നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുർവിനിയോഗം ചെയ്തെന്ന കേസ് ലോകായുക്ത ഫുൾ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണ്. ലോകായുക്തയ്ക്കും കേസിൽ ഉപലോകായുക്തയ്ക്കും ഭിന്നാഭിപ്രായം ഉണ്ടായതിനാലാണ് ഇത്തരത്തിൽ 3-അംഗ ബെഞ്ചിലേക്ക് വിട്ടിരിക്കുന്നത്. പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിക്കുണ്ടായിരിക്കുന്ന ആശ്വാസം അത് താൽക്കാലികമാണോ എന്നുള്ളതാണ്. പ്രേക്ഷകർക്ക് പ്രതികരിക്കാം. ആദ്യത്തെ കോൾ നോർത്ത് പറവൂരിൽ നിന്നാണ്. കലാധരൻ, ഇത് ആശ്വാസകരമാണോ? നിലവിലെ സാഹചര്യത്തിലാണെങ്കിലും ഭാവിയിലും അത്തരത്തിലായിരിക്കുമോ? ആശ്വാസകരമാണെന്നുള്ള കാര്യത്തിൽ വല്ല സംശയമുണ്ട്. എത്ര നാളായി, ഒരു വർഷമായി ഇതിന്റെ കേസ് വിധിയായിട്ട്. ഒരു വിധി എന്നല്ല, ഒരു മറുപടി പോലും ഇല്ലാതെ വെച്ചുകൊണ്ടിരിക്കുന്നു. ലോകായുക്ത 6 മാസത്തിനകത്ത് കേസ് വിധി തുടങ്ങി. ഹൈക്കോടതി വിധിയുണ്ട്, അല്ല സുപ്രീം കോടതി വിധി, എന്തൊക്കെയുണ്ട്. ഏത് വിധിയായാലും നമുക്കിപ്പോ കോടതിയിൽ തന്നെ വിശ്വാസമില്ലാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ കൊള്ളക്കാർക്ക് വേണ്ടി പങ്കുപറ്റി അവർക്ക് ഓരോരോ സ്ഥാനങ്ങൾ ഗവർണറായിട്ടും അതായതൊക്കെ റിസർവ് ചെയ്ത് വെച്ചേക്കുന്നു. അതല്ലേ ഇവിടെ നടക്കുന്നത്. എന്താ ഈ നാട്ടിൽ നടക്കുന്ന നീതിയും നിയമവും വിധിയും കാര്യങ്ങളും ഭരണമൊക്കെ വെറുതെ ജനങ്ങളെ വിട്ടേറാക്കിയിട്ടുണ്ട്. അതല്ലാതെ വേറെ എന്തായി നടക്കുന്നത്? ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇത് തന്നെ ഇപ്പൊ 2 പേരിൽ ഒരാൾക്ക് എതിരഭിപ്രായം, മറ്റൊരാൾക്ക് ഈ ഫുൾ ബെഞ്ചിൽ വിട്ടേക്കാണ്. എന്താ നടക്കുക നമുക്ക് കണ്ടറിയാം. അത്രേ ഉള്ളൂ പറയാനായിട്ട്. ശരി. ബാലകൃഷ്ണൻ ചേരുന്നു വടകരയിൽ നിന്ന്. ശ്രീ ബാലകൃഷ്ണൻ, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. മാഡം കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഈ ലാവലിൻ കേസ് മാറ്റി വെച്ച് നമ്മളെ സംബന്ധിച്ച് ഒരു അത്ഭുതമായിരുന്നു. കോടതിയിൽ അങ്ങനെ ഒരു കേസ് സ്വാധീനം തിരിച്ച് മാറ്റിവെക്കും. ഇപ്പോഴല്ലേ ഇതിന്റെ വശം മനസ്സിലാവുന്നു. ഇത് ശരിക്കും എവിടെയോ ഭീഷണിപ്പെടുത്തിയോ ഭയപ്പെടുത്തിയോ ആണ് ഇത് 2 ജഡ്ജിമാർ തമ്മിൽ ഒരാൾക്ക് തിരിച്ചും മറിച്ചും പറഞ്ഞു എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇവർക്ക് ലോകായുക്തയിൽ ആ നിയമം പറിച്ചു കളയണമെങ്കിൽ തെറ്റ് ചെയ്യാത്തവർ എന്തിനാ പറിച്ചു കളയാൻ നമുക്കെടുത്ത്? തെറ്റ് ചെയ്യാത്തവൻ ഏത് നിയമം വ്യവസ്ഥയിലുണ്ടെങ്കിൽ എന്താ? അപ്പൊ ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള അതെടുത്ത് ആ നിയമ ഭേദഗതി വരുത്താൻ ശ്രമിക്കും തന്നെ മനസ്സിലാവും. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഏത് നിയമ വ്യവസ്ഥയുണ്ട് അവർക്ക് എന്തിനു ഭയപ്പെടുന്നു? ഉപ്പ് തിന്നതന്നെ വെള്ളം കുടിക്കണ്ടു. അപ്പൊ അതിന് ഈ വിധിയൊന്നും വേണ്ട. ആ നിയമത്തിലെ ഭേദഗതിക്ക് തന്നെ ഇവർ ശ്രമിക്കുന്നത് ഇവർ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് ഇവർക്ക് ഉത്ബോധമുള്ളത് കൊണ്ടാണ്. ഇത് തൽക്കാല ആശ്വാസം മാത്രമാണ്. എന്തായാലും പ്രശ്നം തന്നെയാണ്. അധികകാലം നീണ്ടുപോകില്ല. അദ്ദേഹം ആ പരാതിക്കാരൻ സുപ്രീം കോടതിയിലേക്ക് പോയിട്ടുണ്ട്. ശരി. സിജോ ചേരുന്നു തൃശ്ശൂരിൽ നിന്ന്. സിജോ, അത്തരത്തിലൊരു ബുദ്ധിമുട്ടിലേക്ക് സർക്കാരോ ഇല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ടോ? കാരണം പുതിയ ലോകായുക്ത നിയമം നിയമസഭയിൽ പാസ്സായിട്ടുണ്ട്, ഗവർണർ ഒപ്പിട്ടിട്ടില്ല. മുഖ്യമന്ത്രി ഗവർണർ സന്ധി ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അധികം വൈകാതെ ആ കാര്യങ്ങളിൽ തീരുമാനമാകും. പിന്നീട് എന്ത് പ്രസക്തിയാണ് ലോകായുക്ത വിധിക്കുണ്ടാവുക? പിണറായിയുടെ സർക്കാരിനെ പ്ലാൻ ചെയ്ത് എങ്ങനെയും 5 കൊല്ലം നീട്ടിക്കൊണ്ടുപോകാന്നാണ്. അതാണ് ലാവലിന് തന്നെ പുള്ളി വിജയിച്ചോണ്ടിരിക്കുമല്ലേ. എങ്ങനെ നീട്ടുവാണ്? ഇത് MLA-മാരൊക്കെയാണ് ഇവിടെ ദുരിതം അനുഭവിക്കണവര്. എന്തോരം പേര് ചികിത്സയ്ക്ക് പൈസ ഇല്ലാതൊക്കെ നടക്കുന്നു. അന്നേരമാണ് 25 ലക്ഷമൊക്കെ NCP-ക്കാർക്ക് കൊടുക്കണേ. ഇതൊക്കെ ജനങ്ങളോട് ചെയ്യണ വഞ്ചനയല്ലേ. ഇതൊക്കെ വളരെ തെറ്റാണ് ഈ സർക്കാർ കാണിക്കുന്നത്. ഒരുപക്ഷെ രക്ഷപ്പെടും. അതാണ് ഇതിന്റെ വളരെ ലാവലി അത് തെളിയിച്ചല്ലേ. അതിന്റെ 2ാം ഭാഗമാണിത്. ശരി. അനിൽകുമാർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അനിൽകുമാർ, ഇതിപ്പം 3-അംഗ ബെഞ്ച്, ഫുൾ ബെഞ്ചിൽ നിന്ന് വരുന്ന വിധിക്ക് പ്രസക്തി ഉണ്ടാവുമോ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി എങ്ങനെയായിരിക്കും ഈ നിയമ പോരാട്ടം നടത്തുന്നയാൾ തിരുവനന്തപുരംകാരൻ കൂടിയാണ് അദ്ദേഹം, കൂടുതൽ നിയമ പോരാട്ടം ഇല്ലെങ്കിൽ ഉപരി കോടതികളിലേക്കൊക്കെ ഈ പോരാട്ടം തുടർന്നില്ലെങ്കിൽ ഇതെന്തായി പോകുമെന്നാണ് താങ്കൾ കരുതുന്നത്? മണിയാണോ മസിൽ പവറാണോ എന്ന് അറിയാൻ വേണ്ടി ഈ ലോകായുക്തക്കെതിരെ എവിടെയാണ് കേസ് കൊടുക്കേണ്ടത്? ഹലോ, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. മണിയാണോ മസിൽ പവർ ആണോ എന്ന് അറിയാൻ വേണ്ടി ലോകായുക്തക്കെതിരെ എവിടെയാണ് കേസ് കൊടുക്കേണ്ടത്? ഇങ്ങനെ നിയമമുണ്ടോ? എനിക്ക് പറഞ്ഞിട്ടു. പൊതുവേദിയാണ് അഭിപ്രായം കേൾക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. താങ്കൾക്ക് ഈ വിഷയത്തിലുള്ള അഭിപ്രായം താങ്കൾ പറഞ്ഞോളൂ. ലോകായുക്തയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ശരി. അടുത്ത കോളിലേക്ക് പോകുന്നു. രാധാകൃഷ്ണൻ ചാത്തന്നൂരിൽ നിന്നാണ്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കളുടെ അഭിപ്രായം എന്താണ്? സർക്കാരിന്റെ അവസാന കാലം മുതൽ സർക്കാരിനെ ശ്രമം
രാധാകൃഷ്ണന്റെ കോൾ കട്ടായിരിക്കുന്നു. ജിതിൻ ചേരുന്നു പാലക്കാട് നിന്ന്. ജിതിൻ, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. അതായത് ഈ വിധി സർക്കാരിന് ആശ്വാസമാണ് എന്നൊക്കെ പറയണമെങ്കിൽ ഒരു അസാമാന്യ ധൈര്യം വേണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് 2 അംഗ ബെഞ്ച് വാദം കേട്ടിട്ട് ഒരു ജഡ്ജ് വ്യക്തമായി പറയുന്നു ഇതില് മെറിറ്റ് ഉണ്ട്, ഇതിലിങ്ങനൊക്കെ ഒരു പരാതിക്കാരൻ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഒരു ജഡ്ജ് പറഞ്ഞു, മറ്റൊരു ജഡ്ജ് മറിച്ചൊരു അഭിപ്രായം പറഞ്ഞു. കാരണം ഇത് പ്രാഥമികമായിട്ട് തന്നെ ഒരു ജഡ്ജ് പറയുമ്പോൾ തന്നെ ധാർമ്മികമായി മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനത്തിരിക്കാൻ കഴിയില്ല. മറ്റേ ടെക്നിക്കലി ഇരിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ധാർമ്മികമായി, കാരണം ഇടതുപക്ഷമാണല്ലോ ധാർമ്മികതയുടെ അങ്ങേയറ്റമാണെന്നാണല്ലോ ഇവര് ദേശീയ തലത്തിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഒരു ജഡ്ജ് പറഞ്ഞ സ്ഥിതിക്ക് ധാർമ്മികമായിട്ട് ഇങ്ങനെ ഇരിക്കാൻ കഴിയില്ല. പക്ഷെ പിന്നൊരു കാര്യം കൂടി ചിന്തിക്കണം. ഇങ്ങനെയുള്ള ഈ ലോക്പാൽ, ലോകായുക്ത ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൊണ്ടുവന്നത് ഈ പൊതുപ്രവർത്തകരുടെ ഇടയിലുള്ള അഴിമതിയും സ്വജനപക്ഷപാതം തടയണം. ഇപ്പൊ ഈ കേസ് നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ പോലും ലോകായുക്ത ജഡ്ജിമാർക്കിടയിൽ തന്നെ ഭിന്നാഭിപ്രായമാണെങ്കിൽ എന്തായിരിക്കും കേസിന്റെ സ്ഥിതി? ഭിന്നാഭിപ്രായം എന്ന് പറയുമ്പോഴും അവിടെ ഒരു 50-50 ചാൻസ് ആണ്. അതായത് ഒരു ജഡ്ജ് പൂർണ്ണമായിട്ടും ഈ കാര്യങ്ങളിലെ പരാതിക്കാരൻ പറഞ്ഞതിൽ മെറിറ്റ് ഉണ്ട് എന്ന് പറയുകയും പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ ലോകായുക്തയുടെ അതായത് അതിന്റെ ഈ വകുപ്പുകളുടെ ബലം ശക്തി കുറയ്ക്കുക, ഈ അഴിമതി നിരോധന നിയമത്തിന്റെ ശക്തി കുറച്ച് അഴിമതി നടത്തുവാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇപ്പോ പുതിയ ഓർഡിനൻസ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഗവർണറുടെ പരിഗണനയിലാണ്. ഇതൊക്കെ കൂട്ടി വായിക്കാൻ കഴിയണം. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇതൊക്കെ ഇത്തരം വിധികൾ ഇനിയിപ്പോ 3 അംഗ ബെഞ്ചിലേക്ക് കൊടുക്കുന്നു, അതൊക്കെ സമയബന്ധിതമായിട്ട് വിധി പറയാൻ കഴിയണം. ഇതിപ്പോ നിലവിൽ തന്നെ മറ്റൊരു കാര്യമുണ്ട്. മന്ത്രിസഭ എടുക്കുന്ന ഒരു തീരുമാനത്തിനെതിരെ അഴിമതി ആക്ഷേപം ഉണ്ടായാൽ അതിനെതിരെ കേസ് എടുക്കാനും വിധി പറയാനും ഒക്കെ അധികാരമുണ്ടോ ലോകായുക്തയ്ക്ക് എന്നുള്ളൊരു സാധനത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആ പറഞ്ഞ ഒരു ജഡ്ജിയെ മാത്രം നോക്കരുത്. ഈ മറിച്ച് പറഞ്ഞ ജഡ്ജിന്റെ അവിടെ ഇത് തെറ്റുണ്ട് എന്ന് പറഞ്ഞ ജഡ്ജിയെ നമ്മൾ ശ്രദ്ധിക്കെടുക്കണം. അല്ലാതെ അനുകൂലമായി പറയുന്നത് മാത്രം ഫോക്കസ് ചെയ്യുന്നത് ശരിയല്ല. അടുത്ത കോളിലേക്ക് പോകുന്നു. മുഹമ്മദ് ആണ് മഞ്ചേരിയിൽ നിന്ന്. ശ്രീ മുഹമ്മദ്, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ്. എല്ലാരും വലിയ സന്തോഷത്തിലാ. ഇപ്പാണ് രാജിവെച്ച് പോരും ആര് പിന്നെ തൊഴിലാളികളുടെ നേതാവ് പിണറായി വിജയൻ. എല്ലാരും 2 പാർട്ടിക്കാരും സന്തോഷത്തിലാ. ഞങ്ങൾക്ക് ഒന്നേക്കണം മാഡം. പറഞ്ഞോളൂ. ഈ പിണറായി വിജയന്റെ വീട്ടിൽ കൊണ്ടേതല്ല പൈസ നിങ്ങളെ ചാനലിൽ എഴുതി കാട്ടി 3 ആൾക്ക് സഹായിച്ചത്. ചാനലിൽ 3 ആൾക്ക് കൊടുത്തത് എഴുതി കാട്ടി. പിണറായി വിജയന്റെ വീട്ടിൽ കൊണ്ടേതല്ലേ, അത് മനസ്സിലാക്കണം. അല്ലാതെ അയാള് അത് ആ കാശ് മുണങ്ങാൻ നിന്നിട്ടില്ല. ശരി, അത് 3 അംഗ ബെഞ്ച് എന്താ ചെയ്തോട്ടെ. ശരി, പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായി. അടുത്ത കോളിലേക്ക് പോകുന്നു. ഗോപാലകൃഷ്ണനാണ് ചെർപ്പുളശ്ശേരിയിൽ നിന്ന്. ശ്രീ ഗോപാലകൃഷ്ണൻ, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. സർക്കാരുകൾക്ക് സഹായം ചെയ്യാനുള്ള അധികാരമുണ്ട്. പക്ഷെ അത് എവിടെ നിന്ന് എങ്ങോട്ട് കൊടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഔചിത്യം. ദുരിതാശ്വാസ നിധിയിൽ നിന്ന്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുക്കേണ്ട അർഹതപ്പെട്ടവർക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സമ്മതിക്കാം. ഒരിക്കലും അത് അർഹതപ്പെട്ട കൈകളിലേക്കല്ല എത്തിച്ചത്. അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ തടയുന്നതിന് നിയമപരമായി ആ പരാതിക്കാരൻ കൊടുത്ത പരാതി തീർച്ചയായും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അതിന് അനുസരിച്ചുള്ള വിധി എത്തിക്കേണ്ടതുമാണ്. ശരി, അജി ചേരുന്നു പാലക്കാട് നിന്ന്. അജി, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇതൊരു താൽക്കാലിക ആശ്വാസമാണെന്നാണോ തോന്നുന്നത്? താൽക്കാലിക ആശ്വാസമല്ല, ഇതൊരു നിരന്തരമായ ആശ്വാസത്തിലേക്ക് മാറുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം വേറൊന്നുമല്ല, സ്വജനപക്ഷപാതം എന്നൊക്കെ പറയുമ്പോൾ ഇതിൽ 99 സീറ്റ് നൽകി ജയിപ്പിച്ച ഒരു മന്ത്രിസഭയും നിയമസഭയാണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മുടെ സർക്കാർ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ജനങ്ങളിലെ 99% 99 സീറ്റ് കെട്ടി ജയിച്ചു എന്ന് പറയുന്ന സമയത്ത് അതിൽ ഭൂരിപക്ഷം വരുന്ന കേരളത്തിലെ ജനങ്ങളും വോട്ട് ചെയ്തിരിക്കുന്നത് ഇടതുപക്ഷത്തിനും. അവർക്ക് അതിലൂടെ അപ്പൊ അവരുടെ ആൾക്കാരെ സഹായിച്ചു എന്നുള്ള ഒറ്റ പേര് മീൻസ് പോലീസുകാരനും അവർക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കൊടിയേരി ബാലകൃഷ്ണന്റെ ഡ്രൈവർ അവർക്കൊക്കെയാണ് ഇതിന്റെ സഹായം കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ നമ്മൾ നോക്കിക്കാണ്ട സത്യം എന്താന്ന് വെച്ചാൽ ഈ ദുരിതാശ്വാസ നിധിയിൽ കാശിടാൻ പറയുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ 1 രൂപ ഇട്ട് കൊടുക്കരുത്. അത് മൊത്തം മുഖ്യമന്ത്രി വിദേശത്ത് കൊണ്ട് ദൂത്തടിക്കാനുള്ള പൈസയാണ്. ഒരു പൈസ പോലെ ഇടരുതെന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇപ്പൊ ഇവിടെ വന്നിട്ട് ദുരിതാശ്വാസ നിധിയിലെ മോങ്ങുന്നത്. കാശ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എന്ന് പറഞ്ഞ് മോങ്ങുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കാശ് കിട്ടുന്നുള്ള കാര്യം ഇപ്പൊ ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. അപ്പൊ BJP-ക്കാർക്കും കോൺഗ്രസ്സുകാർക്കും അതിന്ന് ഒരു ആശ്വാസവും ഈ വിധി കൊണ്ട് ഉണ്ടിട്ടില്ല. ഇപ്പൊ ജഡ്ജിയെ ഭീഷണിപ്പെടുത്താൻ നടത്തി അവരുദ്ദേശിക്കുന്ന വിധിയാണ് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ ജഡ്ജി അവർക്ക്
ഓശാന പാടുന്ന ആൾക്കാരും ഒരു ദേവന്മാരൊക്കെ ആയിരിക്കും. പക്ഷെ ഇപ്പൊ വിധി അവർ ഉദ്ദേശിക്കാത്തതുകൊണ്ട്. മനസ്സിലായി. താങ്കൾ പറഞ്ഞ അജയ് കുമാർ ചേരുന്നു ചങ്ങനാശ്ശേരിയിൽ നിന്ന്. അജയ് കുമാർ, ഇവിടെ മറ്റൊരു കാര്യം, ഈ ലോകായുക്ത ഭേദഗതി ബില്ലാണ്, അത് ഗവർണർ ഒപ്പിടാനുള്ള സാധ്യത, ഇനി ഒപ്പിട്ടാൽ തന്നെ ഇപ്പം നമുക്കറിയാം സർവകലാശാല കേസിലൊക്കെ നേരിട്ട തിരിച്ചടി ഉണ്ട് ഗവർണർക്ക്. അത് പിന്നീട് ഇപ്പൊ പ്രതിപക്ഷമൊക്കെ പറയുന്നത് പോലെ വീണ്ടും ബായി ബന്ധത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും പിന്നീട് ഈ ലോകായുക്ത വിധിയുടെ പ്രസക്തി എന്നാണ് താങ്കൾ കരുതുന്നത്? അല്ല, ഇതിനകത്തിൽ ബായി ബന്ധത്തെ പറ്റിയുള്ള പറയേണ്ട കാര്യമില്ല. കാരണം മന്ത്രിസഭ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഗവർണർക്ക് അത് റിഫ്യൂസ് ചെയ്യാനൊന്നും പറ്റത്തില്ല, ഒപ്പിട്ടേ പറ്റത്തുള്ളൂ എന്നാണ് എന്റെ വിശ്വാസം. അതാണ് ഇവിടെയുള്ള നിയമങ്ങളൊക്കെ എന്നാണ് എന്റെ പരിമിതമായ അറിവ്. ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു വിഷയമാണ്. ഇപ്പൊ നമുക്ക് അനുകൂലമായ വിധി വന്നില്ലെങ്കിൽ നമ്മൾ വിധി പ്രഖ്യാപിക്കുന്നവരെ നമ്മൾ വിമർശിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവാണ്. ഈ അടുത്ത സമയത്താണ് ഗുജറാത്തിലെ ഒരു കോടതി രാഹുൽ ഗാന്ധിക്ക് എതിരായിട്ടൊരു വിധി പ്രഖ്യാപിച്ചത്. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് പറഞ്ഞത് അവിടെ കോടതിക്ക് ഭീഷണി അല്ലെങ്കിൽ ജഡ്ജിക്ക് ഭീഷണി ഉണ്ടാകുന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തി മേടിച്ച വിധിയാണെന്നുള്ള രീതി പരോക്ഷമായിട്ട് അവർ പറഞ്ഞു. പ്രത്യക്ഷത്തിൽ പറഞ്ഞില്ല, പരോക്ഷമായിട്ട് പറഞ്ഞു. ഇന്ന് വി ഡി സതീശന് അതാണ് ഇവിടെ ആവർത്തിക്കുന്ന ലോകായത്തെ ഭീഷണിപ്പെടുത്തി മേടിച്ച വിധിയാണിതെന്ന്. ഇവർ ഏത് ലെവലിലാണ് ഇവർ രണ്ടും ഒന്നിക്കുന്നതും വിയോജിക്കുന്നതും ഒരു പിടിയും കിട്ടുന്നില്ല. ഒന്നുകിൽ നിയമത്തെ അനുസരിക്കുക, വിധികളെ അംഗീകരിക്കുക. ലോകായുക്തയുടെ വിധി വന്നു, വരട്ടെ. ഇനി അതിന്റെ മേളിൽ അപ്പീലിന് പോകാം, കംപ്ലൈന്റ് കൊടുത്ത ആൾക്ക് അദ്ദേഹം അതിന് പോകട്ടെ. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിനകത്തിലെ ഒരു പാർഷ്യലായിട്ടൊരു വിധി വന്നോ എന്നറിയത്തിന് രണ്ട് ജഡ്ജിമാരും പരിണിതപ്രജ്ഞരായ ജഡ്ജിമാരാണ്. രണ്ടുപേർക്കും രണ്ട് കാഴ്ചപ്പാടുണ്ടായിരിക്കാം. ഇനി അത് ഒരു 3 അംഗ ബെഞ്ചിന് പോകുമ്പോൾ നമുക്ക് അതിന്റെ കാര്യങ്ങൾ അറിയാം. ആ ഭൂരിപക്ഷ വിധിയെ നമ്മൾ മാനിക്കുക, അത്ര തന്നെ. പൊതുവേദി തുടരുന്നു. ശിവദാസൻ ചേരുന്നു ബാലരാമപുരത്ത് നിന്ന്. ശ്രീ ശിവദാസൻ, ഇവിടെ പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചിരുന്നത് ലോകായുക്തയെ ഭീഷണിപ്പെടുത്തി നേടിയ വിധിയാണ് എന്നാണ്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? മാഡം നമസ്കാരം. നമസ്കാരം. തീർച്ചയായും കാരണം ലോകത്തിന്റെ വിധിയെ ലോകത്തെ നശിപ്പിക്കാൻ വേണ്ടി അവർ മുഖ്യമന്ത്രി രക്ഷിക്കപ്പെടുന്നുള്ള വ്യക്തമായിട്ടാണ് ഡൽഹിയിലും സംഘം. രണ്ടാമത്തെ വിഷയം, ഇത്രയും ഭരണ രീതിയിലുള്ള സമയത്ത് ഉന്നത ഭരണ നീതി വ്യവസ്ഥയുള്ള നായകന്മാർ വാഴുന്ന ഈ കേരളത്തിൽ, ഇന്ത്യയിൽ ഇത് കള്ളമാണെന്നുള്ള വ്യക്തമാണ്. കാരണം ഒരു ദുരിതാശ്വാസ ഫണ്ടെന്ന് പറഞ്ഞാൽ ദുരിതങ്ങൾ വരുമ്പോൾ എടുക്കാത്ത ഫണ്ടാണ്. ആ ഫണ്ട് എടുത്ത് വിനിയോഗിച്ചത് ന്യായമാണെന്നാണ് സാധാരണ നെല്ലിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും പറയാം. അപ്പൊ അതിന് ലോകത്തെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യം, അറിയേണ്ട കാര്യം, ഇത് ഈ പിണറായി പേടിച്ച് തന്നെയാണ്. ഇത് നമ്മൾ വേറെ അപ്പീലിന് പോയി തീർച്ചയായും മുഖ്യമന്ത്രി കുരുങ്ങും. വ്യക്തമായ കാര്യമാണത്. അത് കൊച്ചു പിള്ളേർക്കൊന്നും അറിയാം. പക്ഷെ ലോകയുക്തം എന്നൊരു ഈ പ്രസ്ഥാനം, ഇത്രയും 3 ബെഞ്ചുള്ള ഈ പ്രസ്ഥാനം ഈ വിധി പറഞ്ഞപ്പോൾ എന്ത് അടിസ്ഥാനത്തിൽ ചെയ്തെന്ന് നമുക്ക് അറിയാൻ പാടില്ല. അത് തീർച്ചയായും തെറ്റായ സമീപനമാണ്. ശരി. ബാലൻ ചേരുന്നു കോഴിക്കോട് നിന്ന്. ശ്രീ ബാലൻ, മുഖ്യമന്ത്രിക്ക് താൽക്കാലിക ആശ്വാസമായി താങ്കൾ ഈ വിധിയെ കാണുന്നുണ്ടോ? രണ്ട് ജഡ്ജിമാര് രണ്ട് തരത്തിൽ വിധി പ്രസ്താവിച്ച കാരണം ഒരു ജഡ്ജിന്റെ വിധി നിലനിൽക്കുന്നുണ്ട്. അപ്പൊ പരാതിക്കാരൻ ശരിക്ക് വേണ്ടത് പിന്നെ ഹൈക്കോടതിയിൽ പോയിട്ട് എത്രയും ഏർലിയായിട്ട് ഈ ഫേവറബിൾ ആയിട്ടുള്ള ഓർഡർ ഹൈക്കോടതിയിൽ നിന്ന് മേടിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അത് നീണ്ടു പോകാൻ പാടില്ല ഒരു കാരണവശാലും. അല്ല, ഇവിടെ ഇപ്പം മനസ്സിലാക്കിയെടുത്തോളം ഈ ദുരിതാശ്വാസ ഫണ്ട് വിനിയോഗത്തിൽ സ്വജനപക്ഷപാതം ആരോപിച്ചുള്ള ഹർജിയാണ്. അതിൽ 2 ലോകായുക്തമാരുടെയും വിധി പരസ്പര വിരുദ്ധം ആകുന്നു എന്നതിലാണ് അത്ഭുതം. പിന്നീട് ഒരു 3ാമത്തെ ബെഞ്ചിന് വിടുന്നതും കാലതാമസം ഇനിയും ഉണ്ടാകാൻ പോകുന്നതുമൊക്കെ എന്തുകൊണ്ടായിരിക്കും? അത് ഒരു ജഡ്ജി അയാളുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ തെറ്റുണ്ടെന്നുള്ളത് അത് ആ ജഡ്ജി സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പൊ അത് ഇനി എന്താ വെച്ചാൽ പരാതിക്കാരൻ ഇതേമാതിരി 2 കൊല്ലത്തെയും 4 കൊല്ലത്തെയും ഒരു ലോങ് ടൈമിലേക്ക് പോവാതെ എത്രയും ഫേവറായിട്ട് ഹൈക്കോടതിയിൽ പോയിട്ട് ഏറ്റവും വേഗത്തില് ഒരു ജഡ്ജ്മെന്റ് കിട്ടാനുള്ള എല്ലാ സംഗതികളും ചെയ്യണം. ശരി. സുരേന്ദ്രൻ ചേരുന്നു തൃശ്ശൂരിൽ നിന്ന്. സുരേന്ദ്രൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇനിയും ഈ മേൽക്കോടതികളിലേക്കൊക്കെ പോയി നിയമ പോരാട്ടം തുടരും എന്നാണോ, ഇല്ലെങ്കിൽ ഈ 3-അംഗ ബെഞ്ച് ഒരുപാട് കാലം കൂടി കഴിഞ്ഞിട്ട് വിധി പറയാം, അപ്പോഴത്തേക്ക് ഗവർണർ ഇതൊക്കെ ബില്ലിലൊക്കെ ഒപ്പിടും എന്നാണോ വിചാരിക്കുന്നത്? സുരേന്ദ്രന്റെ കോൾ കട്ടായി. തുളസി ചേരുന്നു കുണ്ടറയിൽ നിന്ന്. ശ്രീ തുളസി, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. നമസ്കാരം മാഡം. നമസ്കാരം. ആദ്യം പറയട്ടെ, പൊതുജീവൻ കാര്യമാണ് മാഡം. ദുരിതാശ്വാസ നിധിയിലെ പണം വകമാറ്റി ചെലവാക്കിയത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അത് സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കുമായി വീതിച്ച് നൽകിയതും അറിയാം.
ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഈ കേസും ലോകായുക്തയും കോടതി മാറി മാറി വന്നാലും ബെഞ്ചുകൾ മാറി മാറി വന്നാലും ഇത് തന്നെ ആയിരിക്കും. സ്വർണ്ണക്കടത്ത് കേസ് കണ്ടില്ലേ? സ്വർണം പിടിച്ചപ്പോൾ അത് സ്വപ്നമല്ല, യാഥാർത്ഥ്യമായി. ഇതെവിടെ നിന്ന് വന്നെന്നോ എവിടേക്ക് പോയെന്നോ തെളിയിക്കാൻ ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്കോ പോലീസിനോ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉടുതുണിക്കും അവരെല്ലാം മുതലാളിമാരായി പൊതുജനം കരുതയാണ്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ശരി, അടുത്ത കോൾ സുധീറാണ്, തൃത്താലയിൽ നിന്ന്. സുധീർ, പറഞ്ഞോളൂ താങ്കളുടെ അഭിപ്രായം. ഇത് മന്ത്രിസഭ തീരുമാനം ഉണ്ടെങ്കിൽ ലോകായുക്തക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, അതിന് മേളൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള നമ്മളുടെ ഇതുണ്ട്, പല വിധികളുണ്ട്. പിന്നെ വേറെ ഇപ്പൊ ഇനി ലോകായുക്തയുടെ ചട്ടം ഭേദഗതി ചെയ്യാന്ന് പറഞ്ഞിട്ട് ഗവർണർക്ക് വിട്ടിട്ടുണ്ട്. ഇത് ഗവർണർ സ്ഥാനം തന്നെ എന്താ രാഷ്ട്രീയമായ പറ്റി എന്താ ചെയ്യുന്നുണ്ട്? ഗവർണറിന്റെ അധികാരം രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യും. അതുപോലെ ദുരുപയോഗം ചെയ്യാനുള്ള ഇതുണ്ട് ഏത് ലോകായുക്ത. അതിനാണ് ഈ ചട്ടം ഭേദഗതി ചെയ്യാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ. ഇതിലിപ്പോ തൽക്കാലം ഈ കേസിൽ നിന്ന് തടിയൂരാനുള്ള ഒരു ഉത്തരവായിട്ട് താങ്കൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് തടിയൂരില്ല. ഇത് അടുത്തത് ബെഞ്ച് പറയും ഇത് യാതൊരു കുറ്റക്കാരനാവില്ല. ഇത് 3 ആൾക്ക് കൊടുത്തതാണ്. ഇപ്പൊ മന്ത്രിസഭാ തീരുമാനം ഉണ്ടെങ്കിൽ ആർക്കും മന്ത്രിസഭാ തീരുമാനം ഉണ്ടെങ്കിൽ ഇവർക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല ലോകായുക്തയ്ക്ക്. ഇപ്പൊ 3 ആൾക്ക് കൊടുത്തതാണ് ഇപ്പൊ ഇവർക്ക് വിഷയങ്ങൾ ഉണ്ടായത്. ഒരു അന്തരിച്ച മുൻ MLA KK രാമചന്ദ്രൻ രഘുനന്ദനൻ ചേരുന്നു കൊല്ലത്ത് നിന്ന്. ശ്രീ രഘുനന്ദനൻ, ഇതിപ്പോ നമ്മൾ കോടതികളിലൊക്കെ ഹൈക്കോടതിയിലൊക്കെ കണ്ടിട്ടുള്ളായിരുന്നു ഈ ഫുൾ ബെഞ്ച് എന്നുള്ളൊരു സംവിധാനം. ലോകായുക്തയിലേക്കും അത് എത്തിയിരിക്കുന്നു. താങ്കൾക്ക് എന്താണ് ഈ കേസിലുള്ള പ്രതീക്ഷ? തീർച്ചയായിട്ടും ഫുൾ ബെഞ്ച് ഒരു വിധി പ്രസ്താവിക്കട്ടെ. അത് കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നാലും, പക്ഷെ ഇന്ന് നമ്മൾ കണ്ടത് ഇന്ന് രാവിലെ തൊട്ടേ എല്ലാ ചാനലുകളും യൂട്യൂബ് ഇൻബോക്സുകളിലും കമന്റുകളും ഒക്കെ വന്നുകൊണ്ടിരുന്നതും നിർണായകമാണ്, രാജിവെക്കേണ്ടി വരും, അടുത്ത മുഖ്യമന്ത്രിയായി ഇന്നയാളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഒരു തീരുമാനമാകുന്നതിന് മുമ്പായിട്ട് പിണറായി വിജയൻ അപ്പം അങ്ങനെയൊക്കെ ഒരു തീരുമാനമാകുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെയൊക്കെ ഫ്ലാഷ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു തെറ്റ്. അതാണ് ഈ ചാനലുകൾക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു അബദ്ധം. അവസാനം തീരുമാനം എന്തായി? ശരി, ജിജോ ചേരുന്നു കാസർഗോഡ് നിന്ന്. ശ്രീ ജിജോ, താങ്കളുടെ അഭിപ്രായം പറയാമോ? എന്റെ അഭിപ്രായം, ഈ ലോകായുക്ത ഇത് ഇത്രയും നാൾ നീട്ടിവെച്ചത് എന്തിനാണ്? കാരണം ഇത് 1 വർഷമായി ഇതിന്റെ എല്ലാം തയ്യാറായിട്ട് 1 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഇങ്ങനെ വിഭിന്ന അഭിപ്രായമാണെങ്കിൽ ഇവർക്ക് 6 മാസം കഴിയുമ്പോഴത്തേക്ക് വിധി പ്രഖ്യാപിക്കണമെന്നാണ്. എന്തുകൊണ്ട് പ്രഖ്യാപിച്ചില്ല? ഇപ്പൊ ഇത് വേറൊരു കാര്യമാണ്. ഗവർണർ എടുത്ത ഒരു ബില്ല് അവിടെ ഒപ്പിടാനുണ്ട്. ഇത് നീട്ടിക്കൊണ്ട് ഈ ബില്ല് ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇത് പിന്നെ രാജ്യത്ത് ആവശ്യമില്ല. പിന്നെ രണ്ടാമത് ഇത് കൊടുത്തത് പാവപ്പെട്ടവർക്കൊന്നല്ല, മന്ത്രിസഭാ യോഗം കൂടി അവിടെ അതിന്റെ നോട്ടൊന്നുമില്ല. പക്ഷെ അതൊക്കെ ശരിയാ, നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത ഇപ്പൊ കോടതി വിധി കോടതിയിലേക്ക് എത്തുമ്പോഴത്തേനും ഇതിപ്പോ എന്താണ് ഇവർ തമ്മിൽ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? അത് വസ്തുതകൾ ഇല്ലെങ്കിൽ സ്വാധീനമാണ്, രാഷ്ട്രീയ സ്വാധീനം മന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ. അല്ല, അത് നിയമപരമായ കാഴ്ചപ്പാട് എന്താണെന്നൊക്കെയുള്ള ഇല്ലെങ്കിൽ അതിലെ വിശകലനം ഒക്കെ ഈ 2 ലോകായുക്തമാരും അവിടെ അറിയിക്കേണ്ടതായിരുന്നില്ലേ? അതുപോലും സംഭവിച്ചില്ലല്ലോ. ഇത് നേരത്തെ ഇപ്പൊ മെറിറ്റാണ് നോക്കുന്നത്. കാരണം നേരത്തെ ഇതേപോലെ മെറിറ്റ് നോക്കിയിട്ടാണല്ലോ കേസ് വായിച്ചത്. പിന്നെ വിധി വരുന്നത് എങ്ങനെയാണ്? വിധിക്ക് വേണ്ടി ഇത് വരുന്നത് എങ്ങനെയാണ്? കേസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. എത്രയോ പാവപ്പെട്ടവർ സ്വർണം പണയം വെച്ചിട്ടുണ്ട്, അവരൊന്നും സ്വർണ്ണം എടുക്കാൻ ഇതേപോലെ കൊടുക്കുന്നില്ലല്ലോ. എന്നിട്ട് ന്യായീകരണ തൊഴിലാളികൾ പറയാ MLA വരെ അവിടെ വേറെ ആർക്കുമല്ല കൊടുത്തതെന്ന്. അതായത് തീർപ്പിന് ഇനിയും സമയമെടുക്കും എന്നുള്ളതാണ്. അതിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. നന്ദി. വിളിച്ചതിന് മണിലാൽ ചേരുന്നു നിലമേൽ നിന്ന്. ശ്രീ മണിലാൽ, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. മാഡം നമസ്കാരം. മാഡം നമസ്കാരം. ഇത് ജനാധിപത്യമല്ല, ഇവിടെ നടക്കുന്ന പണാധിപത്യമാണ്. പാവപ്പെട്ട ഒരാള് ഇപ്പൊ എന്തെങ്കിലും ഒരു പെറ്റി കേസ് ആണെങ്കിലും അദ്ദേഹത്തിന് ശിക്ഷ വിധിക്കും. ഇവിടെ പിണറായി ഭരണത്തിന്റെ ഏകാധിപത്യമാണ് നടക്കുന്നത്, അല്ലാതെ ഒന്നുമില്ല. ഇവിടെ ഇതാണ് നടക്കുന്നത് കേരളത്തില്. എത്രയോ ജനം ഇത് കാത്തിരുന്നറിയാം ഈ വിധിക്ക് വേണ്ടി. നിങ്ങൾ തന്നെ ഒരുപാട് തവണ ചർച്ച ചെയ്തതാണ്. ഏതായാലും വളരെ ദുഃഖമുണ്ട് മാഡം, ഇങ്ങനെ ഒരു ചർച്ച വന്നതിലും ഇങ്ങനെ ഒരു വിധി വന്നതിലും വളരെ വിഷമമുണ്ട്. ശരി മാഡം. ശരി, നന്ദി. വിളിച്ചതിന് മണിലാൽ. പൊതുവേദിയുടെ ഇന്നത്തെ സമയം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.